السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي علم القرآن سبق الإنسان علمه البيان. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. ഏറ്റവും ആദരണീയരായ ജമാഅത്തെ ഇസ്ലാമി കേരള ബാംഗ്ലൂർ ചാപ്റ്ററിൻ്റെ ലീഡേഴ്സ്, ഉപയോഗിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ റമദാനിലേക്ക് എത്തിച്ചേർന്ന കാലഘട്ടത്തിൽ സാഹചര്യത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അൾട്ടിമേറ്റ് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹം, റമദാനോട് ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്കം ലഅല്ലക്കും തഖൂൻ, നല്ല മുത്തഖികളായി നമുക്ക് മാറണം. മുത്തഖികളല്ല, മുത്തഖികൾ ഇമാമുകളായി മാറുന്ന ആഗ്രഹിക്കാത്തവർ നമുക്കുണ്ടാവും. അതിലൂടെ നമുക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കണം. അതിനേക്കാൾ ഉപരി ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് ആഖിറത്തിൽ മാത്രം ദുനിയാവിൽ നിങ്ങൾ പറഞ്ഞാൽ മരിച്ചു പോകുമ്പോൾ ഒരു ലെഗസി ലോകത്തിൽ നീണ്ടുകൊണ്ട് നമുക്ക് ലാഭയാകും. അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരർത്ഥത്തിൽ സിമ്പിളായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണ്. അല്ലാഹു സവിശേഷമായ പദവി നൽകി ആദരിച്ച മനുഷ്യരാകുന്നു. നമ്മളെ കുറിച്ച് നമുക്ക് ബോധ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിയും വിവേകമുള്ള ആളുകളാണ്. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമുക്ക് തോന്നാറുണ്ട്. സിമ്പിളായി ചോദിച്ചാൽ എന്തിനാണ് ഈ ലൈഫ്, എന്തിനാണ് ഇവിടുത്തെ ചേരകൾ, ഇവിടെ എന്തിനാണ് ഇത്തരം സംവിധാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഓരോ ചോദ്യം ചോദിച്ചു ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെന്തിനാ നമ്മളോട് ചോദിക്കുന്നത്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുണ്ടോ അല്ലെ? നമ്മൾ കൊച്ചാക്കുന്ന കൽപ്പിക്കുകയും അത് നമുക്ക് ബോധ്യമുണ്ട്, നമുക്ക് എന്താ അറിയാം. പക്ഷെ ഒരാളെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വൈ യു ആർ ഹിയർ, അല്ലെങ്കിൽ വൈ വി ആർ ഹിയർ, നമ്മൾ എന്തിനാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്, അല്ലെ? എന്തിനാണ് നമ്മളോട് ജീവിക്കുന്നത്? ശരിക്കും ആലോചിച്ച് നോക്കി, ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരം എല്ലാവരും പറയും, അല്ലെ? അതിൻ്റെ ഒരു പേപ്പറിൽ എല്ലാവരും എഴുതാൻ പറഞ്ഞാൽ ഓരോരുത്തരും വ്യത്യസ്തമായ ഉത്തരങ്ങളുണ്ട്, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതിയാണ് നമ്മൾ എന്തിനാണ് ഇത് പറയാൻ ഏറ്റവും അധികാരം ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റർ അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യരില്
നമ്മളെ മൊത്തത്തില് ഈ ഈ കൂടിയിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ വിശ്വാസികളെ ഡിഫറൻഷിയേറ്റ് ഒരു ഫീച്ചർ എന്താ ചോദിച്ചു കഴിഞ്ഞാല് മനുഷ്യരിൽ അല്ലാഹു പ്രത്യേകം സെലക്ട് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പേർപ്പസിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ വ്യത്യസ്ത തലത്തിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു നമ്മോട് സംസാരിക്കുകയാണ്. നമുക്ക് ഖുർആൻ കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യേണ്ടത്? അല്ലാഹു ഈസ് ടോക്കിംഗ് ടു മീ, അല്ലെ? അല്ലാഹു നമ്മോട് സംസാരിക്കുകയാണ്. എന്താ അല്ലാഹു പറയുന്നത്? وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ. നിങ്ങളെ ഞാൻ ഒരു മധ്യമ സമൂഹമാക്കി. നമ്മോട് പറയാട്ടോ, എന്തിനു വേണ്ടിയിട്ടാ? ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷികളാകണം, ശുഹദാക്കളാകണം. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂസ്ഡ് ആവും, അല്ലെ? എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ശുഹദാക്കളാക്കാൻ പറ്റുക? അവിടെ സ്പെസിഫിക്കലി പറയുന്ന ഒരു കാര്യം, ഉമ്മത്തൻ വസത എന്ന പ്രയോഗത്തിനെ കുറിച്ച് മുഫ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ ആയത്തിൽ തന്നെ ഖിബ്ല മാറ്റത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഈ ആയത്തിൽ തന്നെ എന്ന് പറഞ്ഞാല് ഇസ്രായേലി സമൂഹത്തിന് ദീർഘകാലം കൊടുത്തിരുന്ന ലോക നേതൃത്വം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് കൊടുക്കുന്ന ആ ഒരു സന്ദർഭത്തെ കുറിച്ച് കൂടിയാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാല് നമ്മളെ ഉമ്മത്തൻ വസത്ത ആക്കെന്ന് പറഞ്ഞാല് ഈ ലോകത്തിന്റെ നായകത്വം നമ്മളെ ഏൽപ്പിക്കുകയാണ്. നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇപ്പൊ അടുത്ത സമയത്തൊക്കെ എപ്സ്റ്റീൻ ഫയൽസ്, അല്ലെ? അമേരിക്കയിലെന്നല്ല, നമ്മൾ ലോക ലീഡേഴ്സ് എത്രമാത്രം അതപ്പതിച്ച് പോയി നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിലെ ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെയാണ് ഇതിലൊരു ചേഞ്ച് വരുത്തുക, ലോകത്ത് എങ്ങനെ മാറ്റം വരുത്തും? അള്ളാഹു പറയാണ്, ആ ചേഞ്ച് ഒക്കെ വരുത്തേണ്ട അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്ത ലോക നായകത്വം നൽകിയ ആളുകളാണ് നിങ്ങൾ. അപ്പൊ നമ്മുടെ മനസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ ഷഹാദത്ത് നിർവഹിക്കുക? ഷഹാദത്ത് എന്ന വാക്ക് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്നൊരു വേർഡ് ഷഹീദ് എന്നായിരിക്കും, അല്ലെ? എന്താണ് ഷഹീദ്? ഒരു ആദർശത്തെ മനസ്സിലാക്കി ആ ആദർശത്തെ ഉൾക്കൊണ്ട് അതിന്റെ കർമ്മപഥത്തില് തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചവനാണ് ആര്? ഷഹീദ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് സബ്മിഷൻ അള്ളാഹുവിന് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഈ നേതൃത്വം എന്ന പദവി ഏറ്റെടുക്കാൻ കഴിയുക. അപ്പൊ ഈ ഷഹാദത്ത് നിർവഹിക്കുന്ന രീതി എങ്ങനെയായിരിക്കണം? ഇതടുത്ത ക്വസ്റ്റ്യൻ ആണല്ലോ. എങ്ങനെ എനിക്ക് ഷഹാദത്ത് നിർവഹിക്കാൻ പറ്റും? അതിൽ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന നിലയ്ക്ക് സൂറത്തുൽ മാഇദയിൽ അള്ളാഹു നമ്മോട് സംവദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തില് യാ അയ്യുഹല്ലദീന ആമനൂ വിശ്വസിച്ചവരെ അള്ളാഹു നമ്മോട് സംസാരിക്കാട്ടോ. നിങ്ങൾ അള്ളാഹുവിനോട് എഴുന്നേറ്റ് നിൽക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. എങ്ങനെ? ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരെ നിങ്ങൾ അള്ളാഹുവിനോട് എഴുന്നേറ്റ് നിൽക്കുക. അല്ലെ? ഫസ്റ്റ് പറഞ്ഞ എന്താ? നിങ്ങൾ പടച്ചവനോട് എഴുന്നേറ്റ് നിൽക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നീതിയുടെ സാക്ഷികളായി നിങ്ങൾ മാറണം എന്ന് പറഞ്ഞാല് നമ്മൾ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ഒന്ന് നമ്മുടെ ജീവിത ദൗത്യമാണ്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട ദൗത്യ നിർവഹണത്തിന്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. ഇതിങ്ങോട്ടുള്ള ഒരു ഗുണം കൂടി അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താലേ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാല് അത് തഖ്വയുടെ അടുത്ത വശം എന്നല്ല. അറബിയിൽ അഖറബ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഏറ്റവും അടുത്തത്, നിയറസ്റ്റ് എന്ന് പറഞ്ഞാല് മുത്തഖീങ്ങളാകാൻ, മുത്തഖീങ്ങൾ ഇമാമുമാരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ലൈഫിൽ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാല് നീതിയുടെ സാക്ഷികളായി മാറുക. നീതിയുടെ സാക്ഷികളായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദില് എന്തിനാണ് അല്ലാഹു പ്രവാചകന്മാരെ അയച്ചത്, എന്തിനാണ് അല്ലാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചത്? ഇതിനൊരു പേർപ്പസ് എന്താ പറയുന്നത്? അല്ലെ, നമുക്കറിയാം ഈ ലോകത്ത് നടന്നതിൽ ഏറ്റവും മഹത്തരമായ 2 സംഭവങ്ങൾ പ്രവാചകന്മാരെ അയച്ചു, അല്ലാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചത്. ഇതിന്റെ പേർപ്പസ് അല്ലാഹു എന്താ പറയുന്നത്? ലഖദ് അർസൽനാ റസുലനാ ബിൽ ബയ്യിനാത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. അല്ലാഹു എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കാനോ ശരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അല്ലാഹു പറയാണ്, നാം പ്രവാചകന്മാരെ അയച്ചു.
എന്നിട്ട് വഅൻസൽനാ മഅഹുൽ കിതാബ്, അവരുടെ കൂടെ ഞാൻ കിതാബ് കൊടുത്തു. അല്ലെ, നമുക്ക് കിട്ടിയ കിതാബ് ഏതാണ്? ഖുർആൻ. നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഈ റമദാനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒറ്റ പ്രത്യേകത എന്താണ്? റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ചതാണ്. അപ്പൊ എന്തിനാണ് ഖുർആൻ എന്ന ക്വസ്റ്റ്യൻ അല്ലാഹു പറയാണ്. എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത്? എന്തിനാണ് കിതാബ്? ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, മനുഷ്യർ അവര് നീതിക്ക് സാക്ഷികളായി മാറാൻ എന്ന് പറഞ്ഞാൽ അവിടെ അതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ആള് ചെയ്യുന്നല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നീതിയുടെ സാക്ഷികളായി മാറാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദഗ്രന്ഥം ഇറക്കിയത്, പ്രവാചകൻ അയച്ചത്. അല്ലെ, അനീതി പറഞ്ഞൊരു സമൂഹത്തിൽ നീതിയുടെ കാവലാളായി മാറിയ, അതിന് തന്റെ ജീവിതം സമർപ്പിച്ച ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കതിന് മാതൃക. അപ്പൊ നമുക്ക് ഇതൊക്കെ കേട്ടപ്പോൾ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, അല്ലെ, എന്തായാലും നമ്മളൊക്കെ നീതിയുടെ സാക്ഷികളായി മാറണം. അല്ലാഹു ഖുർആനിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഇത് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഖുർആനിൽ കാണാം. നിങ്ങൾ അങ്ങനെ ചെയ്താലേ അള്ളാഹു നിങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെ, അള്ളാഹുവിന്റെ ഹുബ്ബ് നേടുക, അള്ളാഹുവിന്റെ സാമീപ്യം ശ്രദ്ധിക്കുക എന്നതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം. അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ നീതിയുടെ സാക്ഷികളാകുന്ന അള്ളാഹു ആവർത്തിച്ച് പറയാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ടോക്കില് എങ്ങനെ നമുക്ക് നീതിയുടെ സാക്ഷികളെന്ന് ആലോചിക്കാം. അതിൽ സ്പെസിഫിക്കലി ഞാൻ പറയുന്നത് നമ്മൾ ലോകകാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും. അതിനൊക്കെ മുമ്പ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ ഫാമിലി ലൈഫിൽ, അതേപോലെ തന്നെ ഇസ്ലാമിക പ്രവർത്തകർ എന്ന നിലക്ക് നമ്മുടെ ഇന്ററാക്ഷനുകളിൽ, അവിടെ നമുക്ക് എങ്ങനെ നീതിയുടെ സാക്ഷികളാകാം എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. എങ്ങനെയാണ് നമുക്ക് നീതിയുടെ സാക്ഷികളായി മാറാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മൾ സാധാരണ ജുമാ ഖുതുബകളിൽ എപ്പോഴും കേൾക്കാനുള്ള ഒരു ആയത്തായിരിക്കും, പ്രത്യേകിച്ച് ഖുതുബയുടെ എൻഡിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആയത്താണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എന്താ പറയുന്നത്? ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅ്മുറു, അല്ലാഹു കൽപ്പിക്കുന്നു. എന്തിനെ കുറിച്ചാണ് കൽപ്പിക്കുന്നത്? ബിൽ അദ്ൽ, അല്ലാഹു നീതിയെ കുറിച്ച് കൽപ്പിക്കുന്നു. നീതിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് പറയുന്നുണ്ട്, വൽ ഇഹ്സാൻ. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഇഹ്സാൻ? തഫ്സീറുകൾക്ക് കൃത്യം പരിശോധിക്കാൻ പറ്റും. നീതിയുടെ കുറച്ചുകൂടി ഉന്നതമായ ലെവലാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. നീതിയുടെ സംസ്ഥാപനത്തിന് യഥാർത്ഥ പൂർത്തീകരണം സംഭവിക്കുന്നത് ഇഹ്സാൻ ഉണ്ടാകുമ്പോഴാണ്. അവിടെ കണക്ട് ചെയ്ത് പറയുന്നത് എന്താ? കുടുംബത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ഒരാൾക്ക് ഉണ്ടാവേണ്ട ബാധ്യതയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നെക്സ്റ്റ് കണക്ട് ചെയ്ത് പറയുന്നത്. അല്ലെ, എന്തിനായിരിക്കും അവിടെ കണക്ട് ചെയ്തത് എന്ന് പറഞ്ഞാലേ, നമ്മൾ യഥാർത്ഥത്തില് നീതിയുടെ സാക്ഷികൾ, ആ സാക്ഷ്യം യഥാർത്ഥത്തിൽ തുടങ്ങേണ്ട എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലാണ്, സവിശേഷമായി നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ. അപ്പൊ നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നീതിക്ക് സാക്ഷികളാകുന്നുണ്ടെങ്കിൽ, അല്ല, നമ്മളിപ്പോ ഒരു ജസ്റ്റ് ടോക്ക് അല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? നമുക്ക് ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വേണം. അതുകൊണ്ട് ഞാൻ പോയിന്റ് വൈസ് ഇത് പറയാം. നമ്മൾ ഈ ഒരു ഇഹ്സാനിയത്ത് എല്ലാത്തിനും കീപ്പ് ചെയ്യണം. ആളുകളുമായി ഡീൽ ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ, ഇസ്ലാമിക പ്രവർത്തകർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇഹ്സാനിയത്തിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാൻ കഴിയില്ല. മറിച്ച് അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിലൂടെ ഏറ്റവും നല്ല ഒരു സമീപനം നമ്മുടെ നാൾക്ക് കിട്ടണം. അല്ലെ, അനീതി എപ്പോഴാണ് സംഭവിക്കുക? ആളുകൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴേ. അവകാശങ്ങൾ കൊടുക്കുക മാത്രമല്ല, കൊടുക്കുക എന്നുള്ള ടെക്നിക്കൽ വേർഷൻ അപ്പുറം അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞാല്, മദീനയിലേക്ക് വന്ന മുഹാജിറുകളോട് അൻസാരികൾ പുലർത്തിയ സമീപനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവര് നിങ്ങളൊന്ന് ആലോചിച്ച്, ഇന്നലെ വരെ കാണാത്ത ആളുകളാണ് മെജോറിറ്റി. പക്ഷേ എന്റെ വിശ്വാസിയായ സഹോദരൻ എന്ന കാരണത്താല് തന്നേക്കാൾ തന്റെ സഹോദരനെ പരിഗണിക്കുന്ന ഈ ഒരു വിശാല മനസ്സ് നമുക്ക് രൂപപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നീതിയുടെ സാക്ഷികളായി മാറാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ആളുകൾ ആരാ? നമ്മൾ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പെട്ടെന്ന് വരിക സ്ത്രീകളെ കുറിച്ചായിരിക്കും, മക്കളെ കുറിച്ചായിരിക്കും. പക്ഷെ ഖുർആൻ പറഞ്ഞത് എന്താണ്?
وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. അള്ളാഹുവിനോടുള്ള ബാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത് ആവർത്തിച്ച് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നിങ്ങളുടെ മാതാപിതാക്കളോട്. അവിടെ പ്രയോഗിച്ച പ്രയോഗം ശ്രദ്ധിക്കാനുണ്ടോ? ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അതേ പ്രയോഗമാണ് വബിൽവാലിദൈനി ഇഹ്സാന. ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. നിങ്ങളുടെ പാരന്റ്സിന് ഏറ്റവും മികച്ച പരിചരണം കൊടുക്കുക. അത് ആരെങ്കിലും വെച്ച് കൊടുക്കാണ്ട, നമ്മൾ തന്നെ കൊടുക്കുക. ഒരിക്കലും യമനിൽ നിന്നൊരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്നുണ്ട്. വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ വന്നതാണ്. ഞാൻ വരുമ്പോ എന്റെ വീട്ടില് എന്റെ ഉമ്മയും ഉപ്പയും കരയാണ്. എന്റെ വേർപാട് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. അവർ നിങ്ങൾ പരിചരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ട വീഥികളിൽ ഓരോ വിശ്വാസിയുടെയും പ്രസൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ഘട്ടങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും സഹാബിയോട്, വീട്ടിൽ ഉമ്മ ഉപ്പ ഉണ്ടോ? പ്രായമായ ഉമ്മ ഉപ്പ ഉണ്ടോ? ഉണ്ടെന്ന് പറയുമ്പോൾ നീ അവിടെ നോക്കിയാൽ മതി. കാരണം നിന്റെ നീതി നിർവഹണം യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനമായി അവിടെ വേണ്ടത്. എന്റെ സ്വഹാബി തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിൽ വേറെ ഡെഫിനിഷൻ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, അള്ളാഹുവിന്റെ ഇബ്നു സുബൈറിന്റെ മകൻ ഉപ്പ മരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഉപ്പയുടെ മരണത്തിലൂടെ എനിക്ക് പിതാവിനെ മാത്രമല്ല നഷ്ടപ്പെട്ടത്, എനിക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഈസി വേ, ഈസി ഡോർ അത് ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അർത്ഥത്തില് നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഈ ഇഹ്സാൻ ദീനീപരമായ എല്ലാ ബന്ധങ്ങളും നമുക്ക് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, എല്ലാ മനുഷ്യരോടും ജീവജാലങ്ങളോടും. രണ്ടാമതായിട്ട് ഒരു ഗോൾഡൻ റൂൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ട്രീറ്റ് ദ പീപ്പിൾ ദ വേ യു വാണ്ട് ടു ബി ട്രീറ്റഡ്. അല്ലെ, നമ്മളോട് ആളുകൾ എങ്ങനെയാണോ സമീപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ ആളുകളെ ഡീൽ ചെയ്യുക. അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് ടെക്നിക്കലി പറയാൻ പറ്റില്ല. ഈ ഒരു ഇഹ്സാനിയത്താ വേണ്ടത്. നമ്മളോട് ആളുകൾ എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നോ അങ്ങനെ ഏറ്റവും മികച്ചൊരു സമീപനം നിങ്ങൾ ആളുകൾക്ക് കൊടുക്കണം. ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ. അത് എത്രത്തോളം വെച്ചാൽ ഖുർആൻ പറയുന്നത്, നിങ്ങളോട് മോശമായി പെരുമാറിയ ആളാണെങ്കിലും ഇത് അവിടെ ഇഹ്സാൻ കാണാൻ പറ്റണം. അല്ലെ, അത് അത്ര സിമ്പിൾ അല്ല കേട്ടോ അങ്ങനെയൊക്കെ പെരുമാറാന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഇത് വേണമെങ്കിൽ നല്ല സബ്ർ വേണം. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന ആളുകള് ലക്കീസ്റ്റ് പീപ്പിൾ, ഏറ്റവും സൗഭാഗ്യവാന്മാരെ ആളുകൾ എന്ന് അല്ലാഹു പറയുന്നത്. അല്ലെ, അപ്പൊ നമ്മളോട് എങ്ങനെ ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതുപോലെ അതിനേക്കാൾ മികച്ച രീതിയിൽ അവരോട് പെരുമാറുക. ഇതുപോലെ നമ്മൾ ആലോചിക്കുക, ഓക്കെ, പാരന്റ്സിനോട് അങ്ങനെ ചെയ്യേണ്ടി വരും, അല്ലെ, മുതിർന്നവരോട് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടി പോയാല് ഇണകളോട് ചെയ്യേണ്ടി വരും, മക്കളോടൊക്കെ നമുക്കൊരു അധികാരം ഉണ്ടല്ലോ, അല്ലെ, ആ അധികാരമൊക്കെ നമുക്ക് ഉപയോഗിക്കുക. എങ്ങനെയാണ് ഈ അർത്ഥത്തിലുള്ള സമീപനം നമുക്ക് കൊടുക്കാൻ പറ്റുക? ഇണകളുടെ കാര്യത്തിൽ പലപ്പോഴും ഇൻജസ്റ്റിസുകൾ സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കോണ്ടെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെൺകുട്ടിയുടെ ജനനം അപമാനമായി കരുതിയ ഒരു കാലത്ത്, അല്ലെ. പക്ഷെ ആ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇണകളോട് എങ്ങനെ പെരുമാറി? ആയിഷ റളിയല്ലാഹു അൻഹയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, അങ്ങാടിയിലെ പ്രവാചകങ്ങൾക്കറിയാം, പള്ളിയിലെ പ്രവാചകങ്ങൾക്കറിയാം, മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതിഹി, വീട്ടിലെങ്ങനെയാ ഇപ്പൊ പറയുന്നതെന്നോ, കാന യഖീദു സൗബഹു വയക്സിഫു നഅലഹു. വേറെ റിവായത്തിൽ പറയുന്നത് കാന യകൂനു ഫീ ഖിദ്മതി അഹ്ലിഹി ഔ ഫീ യഖ്നതി അഹ്ലിഹി എന്ന് പറഞ്ഞാല് പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു പ്രവാചകനെ കാണാൻ പറ്റുന്നത്. എസ്പെഷ്യലി റമദാനിൽ തന്നെ ഈ ഒരു ഇൻജസ്റ്റ് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത്, അല്ലെ. റമദാനില് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളൊക്കെ ആയാല്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങൾക്ക് സവിശേഷമായിട്ട് സ്ത്രീകൾ നല്ലൊരു സമയം കിച്ചണിലായിരിക്കും, പ്രിപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടികളെ നോക്കും, ഓർക്ക് ഖുർആൻ ഓതാനോ ഇബാദത്തിനോ സമയം ഉണ്ടാവില്ല, അല്ലെ. അപ്പൊ യഥാർത്ഥത്തില് ഈ അർത്ഥത്തിലുള്ള ഇൻജസ്റ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിന്റെ തുടക്കം എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആവേണ്ട എവിടെയാണ്? നിങ്ങളുടെ ഫാമിലിയിലാണ്. അതിന് ഏറ്റവും നല്ല റോൾ മോഡൽ ആരാണ്? ഞാനാണ്. അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കൂടി പറയാം. നമ്മളോട് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളും തമ്മിലുള്ള ബന്ധം അത്ഭുതപ്പെടുത്തും. മക്കളുടെ മേൽ രക്ഷിതാക്കൾക്ക് ഭയങ്കര അധികാരമാണല്ലോ, അല്ലെ? അധികാരം ഫീൽ ചെയ്യല്ലോ. ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹുവുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഫാത്തിമ എഴുന്നേറ്റ് ചെല്ലും. എന്നിട്ട് എന്താ ചെയ്യാ? തന്റെ കൈ പിടിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിക്കും. തന്റെ മജ്‌ലിസിൽ കൊണ്ടുപോയി ഫാത്തിമ റളിയല്ലാഹു ഇരുത്തും. ഇതൊക്കെയല്ലേ? ഇതൊക്കെ എന്തായാലും ചെയ്യേണ്ട കാര്യം നമുക്ക് തോന്നുന്നു. പക്ഷെ നേരെ തിരിച്ചെങ്ങനെ സംഭവിക്കുന്നതെന്നോ? ഫാത്തിമ റളിയല്ലാഹു വീട്ടിലേക്ക് വരികയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമ ഇലൈഹ, അങ്ങോട്ട് എഴുന്നേറ്റ്. അങ്ങനെ ഹദീസ് പറയുന്നത്, അഖദ ബിയദിഹ, അവളുടെ കൈ പിടിക്കും, ഫഖബ്ബലഹ, അവളെ ചുംബിക്കും, ഫഅജ്ലസഹ ഫി മജ്ലിസിഹി, തന്റെ മജ്ലിസിൽ കൊണ്ടുയിരുത്തും. ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് പലപ്പോഴും ആളുകൾക്ക് ഒരു അപൂർവമായിരിക്കും, അല്ലെ? ഇങ്ങനെ ട്രീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആളുകളുടെ റെസ്പെക്ട് കിട്ടണമെങ്കിൽ എന്താ പറയുന്നോ? ഗിവ് റെസ്പെക്ട്, യു വിൽ ഗെറ്റ് റെസ്പെക്ട്, അല്ലെ? പക്ഷേ ഈ കൊടുക്കൽ വാങ്ങൽ നമ്മുടെ ഫാമിലി ലൈഫിൽ നടക്കുന്നുണ്ടോ? എസ്പെഷ്യലി മക്കളുടെ കാര്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണോ? അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണ വാർത്തയെ കുറിച്ചുള്ള സൂചന ഫാത്തിമ ബീവിക്ക് കൊടുത്തു. ഫാത്തിമ കരയാൻ തുടങ്ങി. പക്ഷെ തൊട്ടടുത്ത് പറഞ്ഞ കാര്യം ഫാത്തിമയെ ചിരിപ്പിച്ചു. എന്താ പറഞ്ഞോ? നമ്മളെ എന്റെ കുടുംബത്തിൽ ആദ്യം എന്റെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മരിക്കുക. ഇത് ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെ? പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കൂലേ? അത് നീയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ദുനിയാവ് കിട്ടാനും എന്റെ ഉപ്പയുടെ കൂടെ ചേരണം. യഥാർത്ഥത്തിൽ ഇങ്ങനെ നീതിയിൽ അധിഷ്ഠിതമായ അവകാശങ്ങളോടൊപ്പം തന്നെ ഏറ്റവും നല്ല പരിചരണം കൊടുക്കുന്ന ഒരു കുടുംബജീവിതം ഉണ്ടായിത്തീരുമ്പോൾ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നീതി നടപ്പിലാവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മൂന്നാമതൊരു സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആളുകൾക്കിടയിൽ ഇംപാർഷ്യൽ അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ഉണ്ടാക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആളുകളെ വേർതിരിക്കുക, വ്യത്യസ്തമായി കാണുക. അങ്ങനെ പലപ്പോഴും ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാല്, സാധാരണ ഒരു റിയാലിറ്റിയിൽ സംസാരിക്കുമ്പോൾ ഈ കുടുംബജീവിതത്തിലൊക്കെ മക്കളുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിൽ ഈ കുട്ടികളുടെ ഒരു ഫീൽ ഉണ്ട്, അല്ലെ? എപ്പോഴും മക്കൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടി എന്താ പറയാ? ഉമ്മ എപ്പോഴും, അല്ലെങ്കിൽ ഉപ്പ എപ്പോഴും, സ്പെസിഫിക്കലി ഉമ്മന്റെ കാര്യമായിരിക്കും, അല്ലെ? ഉമ്മ എപ്പോഴും ആ ചെറിയ കുട്ടീന്റെ കൂടെ, മോന്റെ കൂടെ ആയിരിക്കും, അവളുടെ കൂടെ ആയിരിക്കും, അല്ലെ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ ഈ ഒരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യുമ്പോൾ ഉള്ളൊരു സംസാരം അങ്ങനെ വരാറുണ്ട്. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യും, എന്തിനാണ് ഇങ്ങനെ ഒരു അനീതി കാണിക്കുന്നത്? അത് അവർ എക്സ്പ്രസ് ചെയ്യും, അല്ലെ? അങ്ങനെ പല മൊമെന്റുകളിൽ ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ സിസ്റ്റേഴ്സിന്റെ കാര്യത്തിലായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള ബ്രദറിനെ സിസ്റ്ററിനെ കൂടുതൽ പരിഗണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പോലും എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അത് കുറച്ചും കൂടി മുമ്പോട്ടും എന്താ സംഭവിക്കുക? അനന്തരാവകാശ വിഷയത്തില്, സ്വത്ത് വീതിക്കുന്ന വിഷയത്തില്, ഇങ്ങനെ പല അർത്ഥത്തിലും അനീതികൾ നമുക്കിടയിൽ സംഭവിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, അല്ലെ? നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഇത് എന്തിനാ പറയുന്നോ? ഖുർആനിൽ ആയത്തിൽ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ പരലോകത്തേക്ക് ഭയങ്കര പ്രതീക്ഷയോടെ പോകും നമ്മളൊക്കെ, അല്ലെ? നോമ്പ് നോക്കിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, പല അമലും ചെയ്തിട്ടുണ്ട്. അല്ലാഹു പറയാണ്, അഅമാലുഹും കസറാബിൻ ബിഖീഅ يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا. ഇത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. പല ആളുകളുടെ അമലുകള് മരീചിക പോലെയാണ്, മിറാജ്. നിങ്ങൾ ഈ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റും. ഉച്ചക്ക് ദൂരെ വെള്ളമുള്ളത് തോന്നും, അല്ലെ? പക്ഷെ അടുത്തെത്തുമ്പോഴോ അവിടെ ഒന്നുമില്ല. അല്ലാഹു പറയാണ്, പലരുടെ അമലുകൾ എങ്ങനെയായിരിക്കും? പല പ്രതീക്ഷകളോട് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. എന്താ കാരണം? ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പര ആളുകൾ? അപ്പൊ പറഞ്ഞു, ദിർഹമും ദീനാറും ഇല്ലാത്ത ആളുകൾ, പൈസ ഇല്ലാത്ത ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല. പല ആളുകളും തന്റെ നോമ്പും നമസ്കാരവും മറ്റു ഇബാദത്തുകളുമായി അള്ളാഹുവിന്റെ അടുക്കൽ പ്രതീക്ഷയോടെ പോകും. പക്ഷെ അടുത്ത് എന്താ സംഭവിക്കാമോ? കുറെ ആളുകൾ വരും, ചിലപ്പോൾ മക്കളായിരിക്കും. അങ്ങനെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്, മക്കൾ എതിര് സംസാരിക്കുന്നുണ്ടാവും. പിന്നെ വേറെ ആരാ സംസാരിക്കാതിരിക്കുക? പല ആളുകളും പറയും, അവരെ ആക്ഷേപിച്ചിരുന്നു, എന്നോട് അനീതി കാണിച്ചിരുന്നു, എന്നെ പരിഹസിച്ചിരുന്നു, സാമ്പത്തികമായി പല അർത്ഥത്തിലും എന്നോട് അനീതിയും അക്രമവും കാണിച്ചിരുന്നു. പടച്ചവനെ പോലെ വെറുതെ വിടാൻ പാടില്ല. അപ്പൊ എന്താ സംഭവിക്കാന്നോ? നമ്മുടെ നന്മകളൊക്കെ ആ മനുഷ്യർക്ക് എടുത്തു കൊടുക്കും. അവസാനം അത് തീർന്നു കഴിഞ്ഞാൽ അവരുടെ തിന്മകളും നമ്മളിലേക്ക് ചേർക്കപ്പെടും, നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. ഈ മുഫ്ലിസുകളിൽ പെടാതിരിക്കാൻ, ശാശ്വതമായ ആ നാശത്തിൽ പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ലൈഫിൽ ഈ അർത്ഥത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാകണം. സവിശേഷമായി വിശ്വാസികളുടെ പരസ്പര ബന്ധങ്ങളിൽ അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആളുകളെ കേൾക്കാൻ തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, സൂറത്തുൽ തൗബയിൽ പറയാട്ടോ, നബിയെ കുറിച്ച് പറയാൻ നബി ചെവിയനാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കേൾക്കും, എല്ലാവരെയും കേൾക്കുന്ന ഒരു മനസ്സ്. യഥാർത്ഥത്തില് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണത്. ദീനീ പ്രവർത്തനങ്ങൾക്കിടയിൽ എസ്പെഷ്യലി ലീഡർഷിപ്പിലോടൊക്കെ നിൽക്കുമ്പോൾ ആളുകളെ കേൾക്കാനുള്ള ഒരു മനസ്ഥിതി, അത് കുടുംബ ജീവിതത്തിലും മക്കളുടെ കാര്യത്തിലൊക്കെ വളരെ പ്രധാനമാണ്. ലിസണിങ് അത് വളരെ പ്രധാനമാണ്. ഒരിക്കല് അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിന്റെ പടയങ്കി അല്ലെങ്കിൽ പടച്ചട്ട കാണാനില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു ജൂതന്റെ കയ്യിൽ ആ പടച്ചട്ട കാണാട്ടോ. അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ പടച്ചട്ടയാണ്, എനിക്ക് വേണം. ജൂതൻ പറഞ്ഞു, എന്റേതാണ്, ഞാൻ തരൂല. അങ്ങനെ അവര് രണ്ടുപേരും ജഡ്ജിയുടെ അടുത്ത് പോവാണ്. ഈ ജഡ്ജിയുടെ പ്രത്യേകത, ജഡ്ജിയെ നിയമിച്ച ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു നിയമിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഖാദി ശുറൈഹ് എന്നാണ്. അങ്ങനെ ആ ജഡ്ജിയോട് പറയാണ്, അലി റളിയല്ലാഹു അൻഹു ഇതെന്റെ പടച്ചട്ടയാണ്, അത് മോഷ്ടിക്കപ്പെട്ടതാണ്, എനിക്ക് തിരിച്ചു വേണം. ജഡ്ജി എന്താ ചെയ്യുന്നത്, ഇത് ഖലീഫയാണ്, എന്നെ അപ്പോയിന്റ് ചെയ്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല, മറിച്ച് രണ്ടാളോട് സംസാരിക്കാൻ പറയാണ്. രണ്ടാളെയും കേട്ടു. അലി റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, നിങ്ങൾക്ക് സാക്ഷികളുണ്ടോ, തെളിവുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കില്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഖാദി ശുറൈഹ് വിധിച്ചു ആ ജൂതനോട് ആ പടയിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ആ ജൂതന് വല്ലാത്തൊരു ഫീലായി, ഖലീഫക്കെതിരെ എനിക്ക് അനുകൂലമായി വിധിക്കുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്യുന്നു, ഷഹാദത്ത് വരിക്കുകയാണ്. യഥാർത്ഥത്തില് നമ്മൾ പലപ്പോഴും വിചാരിക്കും, നമ്മുടെ ലൈഫില് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ എങ്ങനെ ദീന്റെ സന്ദേശം എത്തിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ അർത്ഥത്തിലുള്ള നീതിയിൽ അധിഷ്ഠിതമായ ഇഹ്സാനിയത്തോടു കൂടി ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ മനസ്സുകൾ നമ്മളിലേക്ക് കണക്ട് ചെയ്യും. ഖുർആൻ നീതിയെ കുറിച്ച് പറയുമ്പോൾ സ്പെസിഫിക്കലി പറയുന്ന ഒരു കാര്യം, അല്ലെ, ഒരു സമൂഹത്തോട് നിങ്ങൾക്കുള്ള വിരോധത്തിനേക്കാൾ അവിടെ അർത്ഥം എന്താണ്? ഒരു സമൂഹത്തിന് നിന്നോടുള്ള വിരോധം എന്ന് പറഞ്ഞാല് നമ്മോട് ശത്രുത പുലർത്തുന്ന, മോശമായി പെരുമാറുന്ന കുറെ മനുഷ്യന്മാരുണ്ടാവും, നമ്മുടെ ചുറ്റുണ്ടാവും, നമുക്കിടയിൽ ഉണ്ടാവും. നമ്മളൊരു കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഒരിക്കലും അനീതി നിങ്ങൾ അവരോട് കാണിക്കാൻ പാടില്ല. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയ ആളുകൾ എന്ന രീതിയിൽ അനീതി കാണിക്കാൻ പാടില്ല. ഞാൻ 2 ഇൻസിഡന്റ് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ലേഡി, അവിടുത്തെ ഒരു നോബൽ ഫാമിലിയിൽപ്പെട്ട ഒരു ലേഡി മോഷ്ടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ മേൽ ഹദ്, അതായത് അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ലേഡി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്വഹാബിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് തന്റെ കുറ്റം അല്ലെങ്കിൽ തന്റെ ശിക്ഷ കുറച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് സ്വഹാബി എത്തി. അദ്ദേഹം ചെറിയ പ്രായത്തിലുള്ള ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ സ്വഹാബികൾ വിളിച്ചു കൂട്ടുന്നുണ്ട്, സ്പെഷ്യൽ മീറ്റിംഗ് വിളിക്കാണ്. അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും ഞാൻ അവള് വെറുതെ വിടൂല, ആ ശിക്ഷ നടപ്പിലാക്കും എന്ന് പറഞ്ഞാല് നീതിയുടെ കാര്യത്തില് ബന്ധമോ സുഹൃത്ത് ബന്ധമോ സമൂഹത്തിലെ സ്ഥാനമോ ഒന്നും പരിഗണിക്കാൻ പാടില്ല. ഇതിലൊക്കെ മുമ്പിൽ ആരുണ്ടാവാൻ പാടുള്ളൂ? അള്ളാഹു എന്ന ഒറ്റ പോയിന്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അതിൽ പ്രസിദ്ധമായ സംഭവം, നീതിയുടെ സാക്ഷ്യം എന്ന് പറയാവുന്നത് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണല്ലോ. ഉമർ ഖത്താബിന്റെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരിക്കല് ഈജിപ്തിലെ ഗവർണറായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉമർ അടുത്ത സുഹൃത്താണ്, പ്രമുഖ സ്വഹാബിയാണ്. നമ്മൾ ആലോചിക്കണം, അദ്ദേഹത്തിന്റെ മകനും ഒരു തിബത്തിയായ കുട്ടിയും തമ്മിൽ ഒരു ഓട്ടപ്പന്തയം ഉണ്ടായി. കുതിര സവാരിയിൽ മത്സരം ഉണ്ടായി. അങ്ങനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മോന് ഈ തിബത്തിയുടെ മോനെ പ്രഹരിച്ചു. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണറുടെ മോനാണല്ലോ, അവർ അധികാരം വെച്ച് പ്രഹരിച്ചു. ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നു? ആളുകൾ പ്രതീക്ഷ നോക്കണം കേട്ടോ, മദീനയിലേക്ക് വരികയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ. ഈ കുട്ടിയുടെ പിതാവ് ഉമർ റളിയല്ലാഹു അംർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുന്നു. കാര്യം പഠിച്ചപ്പോൾ മനസ്സിലായി, അംറിന്റെ മകൻ അംറിന്റെ അധികാരബലത്തിൽ ചെയ്തതാണ്. എന്താ പറയുന്നോ, മുമ്പിൽ അംർ റളിയല്ലാഹു അൻഹു ഉണ്ട്, തന്റെ അടുത്ത സുഹൃത്താണ്, മറ്റേത് ഇന്നലെ വരെ കാണാത്ത ഒരു ജൂതനായ വ്യക്തി, അല്ല ഒരു തിബത്തിയായ വ്യക്തിയാണ്. ആ കുട്ടിയോട് പറയാണ് അംറിന്റെ മകൻ അടിക്കാൻ. അടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങളെങ്ങാനും അംറിനെ അടിച്ചിരുന്നെങ്കിൽ ഞാൻ തടയുമായിരുന്നില്ല, കാരണം ഉപ്പയുടെ അധികാരമാണ് അവനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്റെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് നീതിയുടെ ഒരു വാക്ക്, അംറെ, എപ്പോഴാണ് നീ ആളുകൾ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്? അവരവരുടെ ഉമ്മമാർ പ്രസവിച്ചത്
സ്വതന്ത്രരായിട്ടാണ്. ആ പ്രയോഗം ഭയങ്കര സുന്ദരമാണ്. ഇതിൽ ശരിക്കും നമുക്ക് ഇന്നത്തെ ലോകക്രമമുണ്ടല്ലോ, എപ്സ്റ്റീൻ ഫയൽസും ഫലസ്തീനും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇസ്ലാം എത്രമാത്രം നീതിക്ക് പ്രാധാന്യം നൽകുന്നു. വ്യക്തി ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, ഒരു സമൂഹത്തിൽ അത് മാത്രം നടപ്പിലാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കണം. അല്ലെ, ആളുകൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സിലാണ്. സ്പെസിഫിക്കലി ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അല്ലെ, പരസ്പരം ഗുണദോഷിക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കുള്ളൊരു മടിയുള്ളൊരു സംഗതിയാണ് നമ്മുടെ തെറ്റുകൾ തിരുത്തുമ്പോൾ അതിനോടൊരു അവജ്ഞ, ആ പറഞ്ഞ ആളോടൊരു ദേഷ്യം. നമ്മൾ മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർ നമ്മുടെ പരലോകത്തേക്കുള്ള വഴി എളുപ്പമാക്കി തരാണ്. അവിടെ കുറവുകൾ എന്നതിനേക്കാൾ മനുഷ്യന് നിനക്ക് നമുക്കൊരു സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ലൈഫിൽ ഉണ്ടാകും. അതിനുള്ളൊരു വഴി തുറന്നു തരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈഫിലെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സംശയമുള്ള ഘട്ടങ്ങളിൽ പോലും ഒരിക്കലേ ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇങ്ങനെ പടയണി ശരിയായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സവാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു സഹാബിയുടെ ശരീരത്തിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. നമ്മൾ കേട്ട പ്രസിദ്ധമായ സംഭവമാണ്. അപ്പൊ സവാദ് പറയാട്ടോ, സവാദ് ഉള്ളിലൊരു ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പറയുന്നത്, അള്ളാന്റെ ഹബീബ് എനിക്ക് വേദനിച്ചു, എനിക്ക് പകരം വീട്ടണം. ആളുകൾ അത്ഭുതത്തോടെ നോക്കി, എന്തായി പറയുന്നത്? അള്ളാന്റെ റസൂലിനോട് പകരം വീട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല, ന്യായീകരിക്കാൻ നിന്നില്ല. തന്റെ ഷർട്ട് പൊക്കിയപ്പോ സവാദ് എന്ന ആ സഹാബി വര്യൻ യഥാർത്ഥത്തിൽ ഈ അവസരത്തിന് കാത്തു നിൽക്കുകയായിരുന്നു. കെട്ടിപ്പിടിച്ച് അള്ളാന്റെ ഹബീബിന്റെ വയറ്റത്ത് ചുംബിക്കുകയാണ്. അതിനു വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു വാക്ക് പറഞ്ഞത്. ഞങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തനിക്ക് ബോധ്യമുണ്ടായിട്ട് പോലും ആ ക്രിറ്റിസിസത്തെ ആക്സെപ്റ്റ് ചെയ്യാണ്. എല്ലാവരും പേടിക്കുന്ന ഉമർ റളിയല്ലാഹു ഒരിക്കല് മിമ്പറിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ നോക്കുമ്പോൾ ഒരാൾ പറയാണ്, ഉമർ താങ്കൾ അനീതി ചെയ്തു. ഞാൻ എന്താ അനീതി ചെയ്തത്? കഴിഞ്ഞ ദിവസം റോമിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ വന്നിരുന്നു, അത് ആളുകൾക്ക് വിതരണം ചെയ്തിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ഈക്വൽ പോർഷനാണ് കൊടുക്കുന്നത്. ആ ഒരു പോർഷൻ മാത്രം കൊണ്ട് ഉമറിന് സ്വന്തമായിട്ട് വസ്ത്രം തയ്ക്കാൻ കഴിയില്ല. അപ്പൊ അനീതിയുണ്ട്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, തന്റെ മകൻ അബ്ദുള്ള നീ എന്താ കാര്യം എന്ന് പറഞ്ഞു കൊടുക്കും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് കിട്ടിയ പോർഷൻ കൂടി ഞാൻ ഉപ്പാക്ക് ഗിഫ്റ്റായി കൊടുത്തതാണ്, അങ്ങനെ രണ്ടും കൂട്ടി നെയ്തതാണത്. അപ്പോ ഈ സ്വഹാബി പറഞ്ഞു, എന്നാ കുഴപ്പമില്ല. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്നാ കുഴപ്പമില്ല. ഉമർ റളിയല്ലാഹുവും ഓക്കെയാണ്, ആ സ്വഹാബിയും ഓക്കെയാണ്. അവിടെ ആരും പറഞ്ഞില്ല, നിങ്ങൾ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ഇത്തരം ക്രിറ്റിസിസത്തെ പോലും ചെറുതായി തോന്നുന്ന അവകാശ നിഷേധമാണെങ്കിൽ, അനീതിയായി തോന്നുന്നുണ്ടെങ്കിൽ പോലും അതിനെ കൂടി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാകണം. അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ. എന്തിനാണ് കുടുംബജീവിത സവിശേഷത പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാമിൻ ദംബിൻ എന്ന് പറഞ്ഞ ഹദീസ് തുടങ്ങുന്നത്, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നടപ്പിലാക്കാൻ കാരണമാകുന്ന അപരാധം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അനീതി കാണിക്കുകയും കുടുംബ ബന്ധം മുറിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ കണക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ആഴ്ചയിലെ പോലെ കുടുംബത്തെ കണക്ട് ചെയ്ത് പറയാണ്. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. ടോട്ടലി പറയാനുള്ളത് ഒരു ഹദീസിൽ പറയുന്നുണ്ട്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ലോക നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ചില ലീഡർഷിപ്പ് റോൾ നിർവഹിക്കാനുണ്ട്. നമുക്ക് നല്ല ലീഡറായി മാറാൻ ആഗ്രഹം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എന്താ പറയുന്നത്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൗഫദ്ദൂ മിൻ ഹൗലിക്. എന്താ പറയുന്നോ? പ്രൊഫറ്റ് എങ്ങനെയാണ് നല്ല ലീഡർ ആയത്? അൺലെറ്റഡ് ആയിരുന്നു എന്നൊക്കെ നമുക്കറിയാം, അല്ലെ? പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ആളുകളോട് സൗമ്യമായി പെരുമാറി. താങ്കൾ പരുഷ പ്രകൃതനായതെങ്കിൽ ഒരു മനുഷ്യൻ അടുക്കുമായിരുന്നില്ല. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, ആളുകളുമായി കൂടി ആലോചിക്കണം, അങ്ങനെ അള്ളാഹു തവക്കുൽ ചെയ്യണം എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ ആ ഇഹ്സാനിയത്ത്, അതിന്റെ ഏറ്റവും ഉന്നതമായ ഒരു വശം ആ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളുടെ മനസ്സുകളെ സ്വാധീനിച്ചത്. നംസി മാക്സിൽ പറയുന്നുണ്ട്, ലീഡർഷിപ്പ് ഈസ് ഇൻഫ്ലുവൻസ്. ഇഫ് യു ക്യാൻ ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ യു ആർ എ ലീഡർ. അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിയുടെ സാക്ഷ്യങ്ങളായി മാറുക. അല്ലെ? അല്ല, മുഹമ്മദ് ഇക്ബാല് നമ്മുടെ ജീവിതത്തില് നമ്മുടെ മനസ്സെങ്ങനെയാണ്, അല്ല അള്ളാഹു എപ്പോഴും നോക്കുക ഇവിടത്തേക്ക് നമ്മുടെ കൽബിലേക്കാണ്.
ആ കൽബിനെ കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ കൽബിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ലൈഫിന്റെ എല്ലാ വശങ്ങളും നമ്മൾ നീതിയ സാക്ഷികളായി മാറും. എന്താ ഇക്ബാൽ പറയുന്നത്? എന്താ പറയുന്നത്? എന്റെ ആഗ്രഹം ചുണ്ടിലൂടെ പുറത്തേക്ക് വരികയാണ്. എന്റെ ജീവിതം ഒരു മെഴുകുതിരി പോലെ ആക്കി തീർക്കണം, അല്ലെ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും വെളിച്ചം പകർന്നുകൊണ്ട്. അതിന്റെ തുടർച്ചയായി പറയുന്നുണ്ട്, തന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന, വേദന അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് നിർത്തുന്ന മനസ്സുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ നമ്മൾ ഫസ്റ്റ് ഓതി ആയത്തിൽ പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യം നിർവഹിച്ചതുപോലെ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അങ്ങനെ സുന്ദരമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. അവസാനം അഹ്മദ് ഷൗക്കത്ത് ഒരു കവിത എഴുതി, ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് നമ്മളിങ്ങനെ കൈവച്ച് നോക്കിയാൽ മതി. നമ്മൾ പറയുന്നത് എന്താണോ? നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിമിഷങ്ങളും സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ്. അതുകൊണ്ട് എന്താ പറയുന്നോ? നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കണം. ഇങ്ങനെ മരിച്ചാൽ ജീവിക്കുക, മരിച്ചാൽ എങ്ങനെ നമ്മളോട് ജീവിക്കുക? അതാണ് ലെഗസി എന്ന് പറയുന്നത്. ആ ലെഗസി നമുക്ക് വേണമെങ്കിൽ ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ചതുപോലെ, മഹത്വങ്ങൾ കടന്നുപോയതുപോലെ നീതിയുടെ സാക്ഷ്യങ്ങളായി, മെഴുകുതിരികളായി നമ്മൾ ജീവിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായിരിക്കും എന്ന് മാത്രമല്ല, ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മുത്തഖികളുടെ ഇമാമുകളായ ആളുകളെ നമുക്ക് മാറാൻ സാധിക്കും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.